ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല. സാധാരണക്കാരൻ ഇതെങ്ങനെ ഉപയോഗിക്കും? ഇങ്ങനെ ചോദിച്ച് പരിഹസിച്ച കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും മുന്നിലൂടെയാണ് മോദി സർക്കാർ അസാധ്യമായതിനെ സാധ്യമാക്കിയത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന ദൗത്യം രാജ്യത്ത് നടത്തിയ നിശബ്ദ വിപ്ലവമാണ് UPI. ഇന്ന് ലോകത്തെ ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. ലോകത്ത് നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയും ഇന്ത്യയിൽ തന്നെയാണെന്ന കണക്ക് ആ സാമ്പത്തിക വിപ്ലവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇന്ന് തെരുവിലെ ചായക്കട മുതൽ വലിയ മാളുകൾ വരെ ഓരോ ഭാരതീയന്റെയും സാമ്പത്തിക ഇടപാടുകളുടെ ഹൃദയമിടിപ്പായി UPI മാറി. ഇപ്പോഴിതാ ഭാരതം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്മാർട്ട് വാച്ചുകൾ പോലുള്ള കണക്റ്റഡ് ഉപകരണങ്ങളിൽ നിന്നുപോലും ഇനി നേരിട്ട് പണം അയക്കാം. UPI ഓൺ IoT എന്ന പുതിയ ഫീച്ചറിലൂടെ ഇനി നിങ്ങളുടെ കാറിലും ടെലിവിഷനിലും വരെ മൊബൈൽ ഫോണിന്റെ സഹായമില്ലാതെ പണമിടപാട് നടത്താം. ഓഫ്ലൈനായി പണം അയക്കാനുള്ള UPI ലൈറ്റ്, ആവശ്യത്തിന് പണം കടമെടുക്കാൻ സഹായിക്കുന്ന UPI ക്രെഡിറ്റ് ലൈൻ പോലുള്ള പുതിയ സംവിധാനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നു. ഈ വിപ്ലവം ഭാരതത്തിൽ ഒതുങ്ങുന്നില്ല. ഇന്ന് ലോകത്തെ 8 രാജ്യങ്ങൾ ഭാരതത്തിന്റെ UPIയെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വളരുന്ന ഇന്ത്യയുടെ ശക്തിയുടെ തെളിവാണ്. ഓരോ UPI ഇടപാടിലൂടെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. ഇതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്ത്. ഇതാണ് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പുതിയ ഭാരതം.